ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സർ എഡ്യൂക്കേഷൻ ചാനൽ. ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. നമ്മൾ പഠിക്കാൻ പോകുന്ന SSLC മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സെക്കൻഡ് സെക്ഷൻ ആണ്. 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്, 4 എഴുതിയാൽ മതി. അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അജയ് ഈസ് 10 years older than രേണുക. The product of their ages is 144. Taking the age of Renuga as x, what is the age of Ajay in terms of x? Okay, find their age. അപ്പോൾ ഇത്തരത്തിലെ ഏജ് പ്രോബ്ലംസ് എപ്പോഴും നമുക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. പല കുട്ടികൾക്കും ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് പറയുന്ന കുട്ടികളാണ്. പക്ഷെ സംഭവം വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റപ്പ് ചെയ്ത് ചോദിച്ചേക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഏജ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് ഇക്വേഷൻ എങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഓക്കെ, സോ അജയ് ഈസ് 10 years older than രേണുക. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന സെൻറ്റൻസ് ഒന്ന് എഴുതി നോക്കാം. അജയ് ഈസ്, അജയ് ആകുന്നു, അജയുടെ വയസ്സ്. ഓക്കെ, അജയുടെ വയസ്സ് എന്ന് പറയുന്നത് 10 years older than രേണുക എന്ന് പറഞ്ഞു. അപ്പോൾ രേണുകയുടെ വയസ്സിനേക്കാളും രേണുകയുടെ വയസ്സിനേക്കാളും എത്ര കൂടുതലാണ്? 10 വയസ്സ് കൂടുതലാണ്. അജയുടെ പ്രായം രേണുകയുടെ പ്രായത്തിനേക്കാളും 10 വയസ്സ് കൂടുതലാണ്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ടേക്കിംഗ് ദ ഏജ് ഓഫ് രേണുക ആസ് എക്സ്. അപ്പോൾ രേണുകയുടെ പ്രായം നിങ്ങൾ എക്സ് എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രേണുക എന്ന് എഴുതിയ സ്ഥലത്ത് സാർ എക്സ് എന്ന് കൊടുത്താൽ പിന്നെ ഈ ഇക്വേഷൻ എന്താവും? x+10 ആവും. കണ്ടോ? സോ അജയുടെ ഏജ് ഓഫ് എന്താണ്? അജയ്. ഓക്കെ, ഏജ് ഓഫ് അജയ് രേണുകയുടെ ഏജ് +10 ആണ്. അപ്പോൾ ഏജ് ഓഫ് അജയ് പ്ലസ് രേണുക എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ x+10. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് x+10 ആണ്. ക്ലിയർ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദെയർ ഏജ്. ഫൈൻഡ് ദെയർ ഏജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറൊരു കാര്യം കൂടി തരാതെ നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യം, ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഈസ് 144. അതായത് ഇത് പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അജയ് ഇൻറ്റു രേണുക. രണ്ടുപേരുടെ ഏജസ് നമ്മൾ ഗുണിക്കുമ്പോൾ 144. അതിൽ രേണുകയുടെ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ക്ലിയർ? ഇൻറ്റു അജയുടെ നമ്മളിപ്പോൾ എന്തായിട്ട് കിട്ടി? x+10. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ എത്രയാണ്? 144. കണ്ടോ? എന്നാൽ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുക. x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? x². ക്ലിയർ? വീണ്ടും x ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? +10x ഈസ് ഈക്വൽ ടു 144. ഇത് നമ്മൾ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കിടക്കുന്ന ഈ 10 കണ്ടോ? ഈ 10ൻ്റെ ഇവിടെ കിടക്കുന്ന ഈ 10 കണ്ടോ? എപ്പോഴും എക്സിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംഖ്യ എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അതായത് 10ൻ്റെ പകുതി, അതായത് എത്രയാണ്? 5. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ശ്രദ്ധിക്കണം, എക്സിൻ്റെ ഇപ്പോഴുള്ള സംഖ്യ എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഈ സ്ക്വയർ കിട്ടിയ സംഖ്യ കൊണ്ട് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. അതായത് ഈ സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെയും ആഡ് ചെയ്യണം, സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഈ ഈക്വലിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നിങ്ങൾ ഈ ഒരു സംഖ്യ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കണ്ടോളൂ കേട്ടോ. x² + 10x. ഓക്കെ, സ്പേസ് ഇടാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു 144. ഓക്കെ, ഞാനൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. പ്ലസ് കണ്ടല്ലോ? അങ്ങോട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് 5ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ്. സോ അത് 25 എഴുതരുത്, 5ൻ്റെ സ്ക്വയർ തന്നെ എഴുതിക്കും. ക്ലിയർ? യെസ്. ഇനിയാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇവിടെ നിന്ന് ഒരു എക്സ് അത് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് എക്സ്. ദെൻ ഈ ഒരു ചിഹ്നം എടുക്കുക, പ്ലസ്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഒരു 5 എടുക്കുക. 2 5ൻ്റെ അതിനകത്ത് ഒരു 5 എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ നമ്മൾ മുകളിലേക്ക് സ്ക്വയർ ആക്കി എഴുതുക. ആക്ച്വലി ഈ x+5 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്.
മനസ്സിലായോ? യെസ്. അതുപോലെ ഇവിടെ 144 പ്ലസ് ഈ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 പ്ലസ് 25 9 6 169. ക്ലിയർ? അപ്പോൾ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ 169 ആണെങ്കിൽ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ, ഓക്കെ, ഇത് 169 ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം എക്സ് പ്ലസ് 5 എന്തായിരിക്കും? എക്സ് പ്ലസ് 5യുടെ സ്ക്വയർ 169 ആണെങ്കിൽ ഒരു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 169 എന്തായിരിക്കും? റൂട്ട് ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടത്. 169ന്റെ റൂട്ട്. അപ്പോൾ നമ്മൾ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ റൂട്ടുകളൊക്കെ പെട്ടെന്ന് കാണപ്പെടാൻ പഠിച്ച കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമാണ് 169 കാണാൻ, അല്ലെങ്കിൽ ഗുണിച്ച് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം 13 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഏത്? 169ന്റെ റൂട്ട്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് ഇവിടെ നിർത്തുക. ഈ പ്ലസ് 5 നമ്മൾ എന്ത് ചെയ്യാം? സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 30 മൈനസ് 5. സോ എക്സ് ഇസ് ഈക്വൽ ടു 13 ന് 5 കുറയ്ക്കുക. എത്രയാണ്? 13 ന് 5 കുറച്ച് കഴിഞ്ഞാൽ 13 ന് 3 കുറയ്ക്കുക. അപ്പോൾ എത്രയായി? 10. ഒരു 2 കൂടി കുറയ്ക്കുക. അപ്പോൾ എത്രയായി? 8. ഉണ്ടോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 8 ആണ്. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് രേണുകയുടെ വയസ്സാണ്. ഓക്കെ, അപ്പോൾ രേണുകയുടെ വയസ്സ് നിങ്ങൾക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ അജയുടെ വയസ്സ് എന്തായിരിക്കും? ഈ എക്സ് പ്ലസ് 10 ആണ്. അത് 8 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 18 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫൈൻഡ് ദ റേറ്റ്സ് എന്ന ക്വസ്റ്റ്യനിലെ ആൻസർ എഴുതുമ്പോൾ രേണുകയുടെ വയസ്സ് 8 എന്ന് എഴുതുക. അജയുടെ വയസ്സ് എക്സ് പ്ലസ് 10 ആണ്. അപ്പോൾ 8 പ്ലസ് 10 18 വയസ്സ്. അപ്പോൾ രേണുക 8, അജയ് എത്രയാണ്? 18. ക്ലിയർ? ഓക്കെ, നമുക്കിതൊന്ന് ഗുണിച്ച് നോക്കിയാൽ 10 × 8 80, 8 64. 80 64 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 144 കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.